5 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയ്ക്ക് ഇന്ന് തുടക്കം. ആഫ്രിക്കൻ രാജ്യമായ ഘാനയാണ് പ്രധാനമന്ത്രി ആദ്യം സന്ദർശിക്കുക. പ്രസിഡന്റ് ജോൺ മഹാമയുമായി ചർച്ച നടത്തുന്ന മോദി ഘാന പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും. തുടർന്ന് അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ബ്രസീലിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, എത്രത്തോളം നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ സന്ദർശനങ്ങൾ? 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 5 രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ വിദേശ പര്യടനത്തിൽ സന്ദർശനമുണ്ടാവുക. ഈ ഘാനയിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിവിധ തലത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കും. വ്യാപാര കരാറുകൾ ഒപ്പിടലടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഘാന സന്ദർശനത്തിന് ശേഷം അർജന്റീനയിൽ സന്ദർശനം നടത്തും പ്രധാനമന്ത്രി. തുടർന്ന് ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ഏറ്റവും ഒടുവിൽ നമീബിയ കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുക. ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടി മാത്രമല്ല, അവിടുത്തെ ഭരണകൂടവുമായി വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കരാറുകളിൽ ഒപ്പിടും എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെ ചടുലമായ രീതിയിൽ വിവിധ രാജ്യങ്ങളുമായി ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും. പ്രധാനമന്ത്രി കൂടി ഈ വിദേശ പര്യടനത്തിൽ വിവിധ രാജ്യങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ശ്രീകാന്ത, ഒപ്പം എടുത്തു പറയേണ്ടത് ഈ പറയുന്നത് പോലെ ഈ സന്ദർശന വേളയിൽ നിർണായകമായ ചില കരാറുകൾ ഉണ്ടാകും. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വശത്ത് ചില യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം അടങ്ങുന്ന വിഷയങ്ങളൊക്കെ തന്നെയും ഈ ഒരു മറ്റ് നടക്കുന്ന യോഗങ്ങളിൽ ചർച്ചയാകുമെന്നുള്ളൊരു കാര്യമല്ലേ എടുത്തു പറയേണ്ടത്? സ്വാഭാവികമായും പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ അവരുമായി വിവിധ കരാറുകളിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ നോളജ് കൈമാറ്റം, അങ്ങനെ വിവിധ കരാറുകൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഘാനയുമായും ബ്രസീലുമായും വിവിധ കരാറുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നമ്മളൊരു നയതന്ത്ര സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു. അത് കൂടാതെ ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനത്തിൽ പേഴ്സണലായി തന്നെ പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ, ഭീകരവാദത്തിനെതിരായി ഒരുമിച്ച് നിൽക്കാനുള്ള സന്ദേശം അതത് രാജ്യങ്ങളിൽ നിന്നും നൽകാൻ അദ്ദേഹം ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രാജ്യങ്ങളുടെ പിന്തുണ കൂടി നേടിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാകും എന്നും കരുതാം. ശരി, ശ്രീകാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.